വിശുദ്ധ യോഹന്നാനെ സംബന്ധിച്ച് അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് ധാരാളം ഫിലോസഫികൾ ഉള്ള ഒരു കാലം, പ്രത്യേകിച്ച് നോസ്റ്റിസിസം അതുപോലെയുള്ള ധാരാളം ഇസങ്ങൾ ഉണ്ടായിരുന്ന ഒരു കാലത്ത് ടു സെറ്റ് ത്രൂ എന്തായിരുന്നു സെറ്റ് ത്രൂ ചെയ്യുന്നത്? എ ട്രൂത്ത് വാസ് ക്രൈസ്റ്റ്. കർത്താവായ യേശുവിനെ ഈ ലോകത്തിന് പരിചയപ്പെടുത്തുക, കർത്താവിനെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ പരിചയപ്പെടുത്തുക, യേശു എന്ന വ്യക്തിയെ പരിചയപ്പെടുത്തുക. അതിനാൽ യോഹന്നാൻ ശ്ലീഹ പറഞ്ഞു തുടങ്ങിയ നമ്മൾ കണ്ടു ഡ്യുവലിസം, ലൈറ്റ് വേഴ്സസ് ഡാർക്ക്നെസ്, ട്രൂത്ത് വേഴ്സസ് ഫോൾസ്ഹുഡ്, സ്പിരിറ്റ് വേഴ്സസ് ഫ്ലെഷ്, അങ്ങനെ പോകുന്നു. അത് ആയിരുന്നു എതിരുള്ള ഒരു ലോകത്തിലേക്കാണ് കർത്താവായ യേശു പ്രവേശിച്ചത്. പലരും അവനെ അവിശ്വസിച്ചു എന്നുള്ളതാണ്. ഒത്തിരി പേര് വിശ്വസിച്ചു, പക്ഷേ അവിശ്വസിച്ചവരെ തന്നെ കർത്താവ് അവിശ്വസിച്ചു എന്നൊരു വാക്കും കൂടി യോഹന്നാൻ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ബിക്കോസ് ദ റിലേഷൻ വാസ് നോട്ട് സോ ഇൻറ്റിമേറ്റ്. ഒരു ഹൈ ക്രിസ്റ്റോളജിയാണ് യോഹന്നാൻ പ്രസൻറ്റ് ചെയ്തത്. അത് ഒറ്റയടിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കില്ല. പ്രത്യേകിച്ച് ധാരാളം മെറ്റഫേഴ്സിലൂടെയാണ് യേശു സ്വയം പരിചയപ്പെടുത്തിയത്. കർത്താവ് പറഞ്ഞു, ഐ ആം സെയിൻസ് ഈഗോ എയ്മി, ഇംഗ്ലീഷിൽ ഗ്രീക്ക് ഭാഷയിൽ ഈഗോ എയ്മി, ഐ ആം ദ ബ്രെഡ് ഓഫ് ലൈഫ്, ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്, I am the good shepherd, I am the door, I am the vine and you are the branches. I am the resurrection and life, I am the good shepherd. ഇത് ലോകത്തിൻ്റെ മുമ്പിൽ വലിയൊരു ക്ലെയിമായിരുന്നു. യേശു ക്ലെയിം വെച്ചെങ്കിലും പലരും മൈൻഡ് ചെയ്തില്ല. അവൻ സ്വന്തപ്പെട്ടവരുടെ അടുത്തേക്ക് വന്നു, പക്ഷേ സ്വകീയർ അവനെ സ്വീകരിച്ചില്ല. ഇത് ഈ വൈരുദ്ധ്യങ്ങളെ കാണിക്കുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഡോക്ടർ ബാബു പണിക്കർ നമ്മളോട് പറഞ്ഞു, പ്രത്യേകിച്ച് മാമോദിസയെക്കുറിച്ച് പറഞ്ഞു. 7 സയൻസ്, ഈ 7 സയൻസ് ഒരെണ്ണത്തിൽ മാത്രം ചെറിയ അഭിപ്രായ വ്യത്യാസമുള്ളത്. 7 സയൻസിൻ്റെ അവസാനത്തെ നോട്ട് റിയലി റൈസിങ് ഓഫ് ലാസറസ്, ജീസസ് ഓൺ റെസറക്ഷൻ. അതാണ് ദ ഫൈനൽ കൾമിനേറ്റിംഗ് സൈൻ. ജീസസ് ഓൺ റെസറക്ഷൻ, നോട്ട് ആക്ച്വലി റേസിംഗ് ഓഫ് ലാസറസ്. ഈ സുവിശേഷം എഴുതപ്പെട്ടപ്പോൾ ഇയാളുടെ എവഞ്ചലിസ്റ്റിക് പർപ്പസ് എന്ന് അദ്ദേഹം പറയുണ്ടായി. ഇന്ന് ആഫ്റ്റർനൂൺ അദ്ദേഹം പറഞ്ഞ സസർഡോട്ടൽ പ്രയർ ഓർ ഹൈ പ്രീസ്റ്റ്ലി പ്രയർ രസകരമായിട്ട് ഡോക്ടർ പണിക്കർ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു. ഊറിം ആൻഡ് തുമ്മിം, ഈ 2 ഉപകരണങ്ങൾ ദൈവത്തിൻ്റെ ഹിതമറിയാനായിട്ട് പ്രധാന പുരോഹിതൻ ഉപയോഗിച്ചിരുന്ന, നമ്മുടെ നാട്ടിൽ പകിഴി കളിക്കുന്നവരുള്ള 2 കല്ലുകളായിരുന്നു. ഊറിം എന്ന് പറഞ്ഞ ലൈറ്റ്സ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓർ എന്ന് ഗ്രീക്കിൽ പറഞ്ഞ ലൈറ്റ്സ് ആണ് അതിൻ്റെ പ്ലൂറൽ ഫോമാണ്. തുമ്മിങ് എന്ന് പറഞ്ഞ പെർഫെക്ഷൻ ആണ്. 2 കല്ലുകൾക്ക് അല്ലെങ്കിൽ 2 പകിടികൾ കൊടുത്തിരിക്കുന്ന പേരെന്ന് മാത്രമേ ഉള്ളൂ. ഇത് നിരത്തി കഴിയുമ്പോൾ യെസ് ഓർ നോ എന്നുള്ള ഉത്തരമാണ് കിട്ടിയത്. കാരണം ഒരു കല്ല് വെളുത്തതും ഒരു കല്ല് കറുത്തതുമായിരുന്നു. വെളുത്ത കല്ലാണെങ്കിൽ യെസ് എന്നും മറ്റത് നോ എന്നും പറഞ്ഞിരുന്നു. ഇതാണ് ഏറ്റവും പ്രാകൃതമായ ഒരു ഹൈ പ്രീസ്റ്റ്ലി, അതായത് ഒരു പ്രീസ്റ്റിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് മനുഷ്യന് മനസ്സിലാക്കി കൊടുക്കുക. കുർബാനയും ബലിയർപ്പണമൊക്കെ വേറെ ഉണ്ട്, പക്ഷേ ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ ഉദ്യോഗം എന്ന് പറയുന്നത് ദൈവഹിതം മനസ്സിലാക്കി കൊടുക്കുക. ഈ സസർഡോട്ടൽ പ്രയറിൽ യേശു തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു.
ശിഷ്യന്മാരുടെ പ്രവർത്തനം വഴി ഇനി ഭാവിയിൽ ലോകാവസാനം വരെ വിശ്വസിക്കാൻ പോകുന്ന എല്ലാ വിശ്വാസികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത് വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഹൈപ്രീസ്റ്റ്ലി പ്രയറും ഓ ഫാദറും തമ്മിലുള്ള ഒരു കമ്പാരിസൺ അദ്ദേഹം നടത്തി. അതും രസകരമായിരുന്നു. ഇവിടെ അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട്, ദൈവം ആരെയെങ്കിലും ശിക്ഷിക്കുന്നുണ്ടോ? ശിക്ഷിക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അതൊരു ചെറിയ പ്രൊട്ടസ്റ്റന്റ് സ്വാധീനം അതിനകത്തുണ്ട്. ഉണ്ടെന്നും ഇല്ലെന്നും പറയാം. ദൈവം നിയമാവർത്തന പുസ്തകം 30-ാം അധ്യായം 9-ാം വാക്യമാണെന്നാണ് എൻ്റെ ഓർമ്മ. ദൈവം പറയുന്നു, ഞാൻ നിന്റെ മുമ്പിൽ ജീവനും മരണവും വയ്ക്കുന്നു, നിനക്ക് ഇഷ്ടമുള്ള തിരഞ്ഞെടുക്കുക. I set before you death and life. You can choose. അപ്പോൾ ചോയ്സ് ഇസ് അവേഴ്സ്. നമ്മളാണ് ഒന്നുകിൽ മരണം അല്ലെങ്കിൽ ജീവൻ തിരഞ്ഞെടുക്കുക. ഒരു ചെറിയ ഉദാഹരണം, ഞാൻ കാനഡയിൽ ചെന്നപ്പോൾ പരിചയമുള്ള ഒരു യുവാവ് എന്നോട് പറഞ്ഞു, അച്ഛാ, ഞാൻ ചെറുപ്പമായിരുന്നപ്പോൾ ഭയങ്കര കുസൃതിയായിരുന്നു. അപ്പനും അമ്മയൊക്കെ കൃത്യസമയത്ത് പ്രാർത്ഥിക്കുന്നവരാണ്, ഞാൻ പ്രാർത്ഥന കൂടത്തില്ല. അപ്പോൾ ഒരു ദിവസം അപ്പച്ചൻ പറഞ്ഞു, നീ ഇന്ന് പ്രാർത്ഥനയ്ക്ക് വന്നില്ലെങ്കിൽ ഇന്ന് നിനക്ക് അത്താഴമില്ല. അങ്ങനെ അമ്മ പ്രാർത്ഥനയ്ക്ക് വന്നില്ല. അമ്മ എന്ത് ചെയ്തു, അടുക്കളയിൽ ഭക്ഷണം വിളമ്പി വെച്ചിട്ട് പുറയിൽ അടുക്കളയുടെ കഥകൾ തുറന്നിട്ട് അതിന് എന്തെങ്കിലും എപ്പോഴെങ്കിലും വരികയാണെങ്കിൽ എടുത്ത് ഭക്ഷിച്ചോട്ടെ എന്ന് വെച്ചു. അപ്പനത് കണ്ടു. പറഞ്ഞു, നിന്നോട് ആര് പറഞ്ഞ് കഥ തുറക്കാൻ പാടില്ല, എന്നവന് അകത്ത് കയറാൻ പാടില്ല. അപ്പോൾ ആ ദിവസം അവന് പശുക്കൂട്ടിൽ പോയി കിടന്നു. ഉറങ്ങിയില്ലയോ? ഏതായാലും അവൻ എന്നോട് പറഞ്ഞ കാര്യമാണ്. അപ്പോൾ അപ്പനും അമ്മയും കൂടി ഒരു തീരുമാനമെടുത്തു, ഇവൻ പ്രാർത്ഥിക്കാൻ വരുന്നില്ലെങ്കിൽ അവൻ അത്താഴം കൊടുക്കാൻ പാടില്ല. അപ്പനും അമ്മയും ശിക്ഷിച്ചോ ഇല്ലയോ? അപ്പനും അമ്മയും ശിക്ഷിച്ചോ ഇല്ലയോ? നിങ്ങൾ പറ, ശിക്ഷ കൊടുത്തോ ഇല്ലയോ? ശിക്ഷ കൊടുത്തു. ചെറുക്കനെ വീട്ടിൽ കയറാതെ പശുക്കൂട്ടി കിടത്തി തുടങ്ങി. അന്ന് അവൻ അത്താഴം കൊടുത്തില്ല. ശിക്ഷയാണോ ഇല്ലയോ? ശിക്ഷയാണ്. അപ്പോൾ ദൈവം ആരെയും ശിക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ബൈബിളിലെ എല്ലാ വാക്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടുകയില്ല. നമ്മൾ ബൈബിളിൻ്റെ ഇൻ്റർപ്രിട്ടേഷനെ കുറിച്ച് പറയുമ്പോൾ ഇറ്റ് ഷുഡ് എഗ്രി വിത്ത് ഓൾ ദ പാർട്സ് ഓഫ് ബൈബിൾ. പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും ഏതെങ്കിലും ഒന്ന് വേറൊന്നിനെ ഖണ്ഡിക്കുകയാണെങ്കിൽ യുവർ ഇൻ്റർപ്രിട്ടേഷൻ ഇസ് റോങ് എന്നാണ്. പിന്നെ ഓതർഷിപ്പിനെ കുറിച്ച് സാർ ഒരു ചോദ്യം ചോദിച്ചു. വളരെ ലഘുവായിട്ട് പറയുകയാണെങ്കിൽ, എങ്ങനെയാണ് ഈ ബൈബിളിൽ ഇപ്പോൾ നമുക്ക് 27 പുസ്തകങ്ങൾ പുതിയ നിയമത്തിലുള്ളത് തിരഞ്ഞെടുത്തത് എങ്ങനെയാണ്? ഒന്നാമത്തെ കണ്ടീഷൻ, whether it is written by an apostle. Second condition, whether it is written by a disciple of a disciple. അതാണ് അച്ഛൻ പറഞ്ഞ ഇരണേയൂസിൻ്റെ ഈ നമ്മുടെ പൊലിക്കാർപ്പിൻ്റെ ശിഷ്യനെ കുറിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം then was it universally accepted by the church? മൂന്നാമത്തെ ക്രൈറ്റീരിയ. ഈ 3 ക്രൈറ്റീരിയൻ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. whether it is written by an apostle or a disciple of an apostle എന്ന് പറയുമ്പോൾ അപ്പസ്തോലിക കാലത്ത് ജീവിക്കുകയും കർത്താവിനെ നേരിട്ട് കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണോ ഇതിൻ്റെ പുറകിലുള്ളത്. പിന്നെ അക്സെപ്റ്റൻസ്, കോമൺ അക്സെപ്റ്റൻസ് ബൈ ഓൾ ദ ചർച്ചസ്. അപ്പോൾ ഈ ബൈബിളിലെ പുസ്തകങ്ങളൊക്കെ നമ്മൾ വെറുതെ എന്താ പറയുക, ഓരോരുത്തരുടെ സൗകര്യം അനുസരിച്ച് എടുത്തിട്ടുള്ളതല്ല. നിങ്ങൾക്കറിയാം, ലൂതർ കൺസിഡേർഡ് സെൻറ്റ് ജെയിംസ് എപ്പീസൽ എന്നാ പറയുക, അദ്ദേഹം പറഞ്ഞ കച്ചിയാവുന്നവർ. ജർമ്മനിയിൽ കച്ചി എന്ന് പറഞ്ഞാൽ യാതൊരു വിലയില്ലാത്ത സംഗതി എന്നാണ് എൻ്റെ അർത്ഥം.
കാരണം ലൂതറിൻ്റെ തിയറിയുമായിട്ട് പറ്റുന്നില്ല. കാരണം പ്രവൃത്തിയിൽ ഉള്ള വിശ്വാസമാണ് യാക്കോബോസ്ലിഹ പറയുന്നത്. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ചത്തതാണ്. അത് അദ്ദേഹത്തിൻ്റെ തിയറിയുമായിട്ട് എഗ്രി ചെയ്യാത്ത കാരണം ലൂതർ പറഞ്ഞു സെൻറ്റ് ജെയിംസിൻ്റെ ഗോസ്പലിനെ സ്വീകരിക്കുക. വെളിപാട് പുസ്തകം യാക്കോബായക്കാർ സ്വീകരിക്കുകയായിരുന്നു ആദ്യകാലത്ത്. ഈ വളരെ ലേറ്റായിട്ടാണ് യാക്കോബായ സഭ വെളിപാട് പുസ്തകം അവരുടെ ബൈബിളിൽ സ്വീകരിക്കാൻ തുടങ്ങി. ഇതുപോലെ ഓരോ സഭയും കാലക്രമത്തിലാണ് പലതിനെയും സ്വീകരിച്ചു തുടങ്ങി. ഇന്ന് ഭാഗ്യവശാൽ പ്രൊട്ടസ്റ്റന്റുകാരും കത്തോലിക്കരും ഓർത്തഡോക്സുകാരും എല്ലാം ഒരേ ബൈബിൾ തന്നെയാണ് ഉപയോഗിക്കുക. എൻ്റെ കയ്യിൽ ഒരു 10-13 ഭാഷയിലുള്ള പുസ്തകങ്ങളുണ്ട്. ജർമ്മനിലുള്ള ലൂതറന്മാരുടെ പുസ്തകത്തിൽ പോലും ബൈബിളിൽ പോലും കാത്തലിക് ബൈബിളിലുള്ള അവർ സ്വീകരിക്കാത്ത ബൈബിൾ ഭാഗങ്ങൾ അവർ ചേർത്ത് വെച്ചിട്ടുണ്ട്. അതൊരു അപ്പോക്രിഫയായിട്ട് അല്ലെങ്കിൽ അതിന് പല പേരുകൾ അവർ പറയും. ബൈബിളിൻ്റെ ന്യൂട്രോ കാനോനിക്കൽ എന്ന് പറഞ്ഞാൽ യഹൂദന്മാർ സ്വീകരിച്ച അതേ ക്യാനൻ സ്വീകരിച്ചത്. ന്യൂട്രോ കാനോനിക്കൽ എന്ന് പറഞ്ഞാൽ യഹൂദന്മാരുടെ പട്ടികയിലില്ലാത്ത പുസ്തകങ്ങൾ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഭാഗ്യവശാൽ എല്ലാവരും അംഗീകരിക്കുന്നു 73 പുസ്തകങ്ങളുള്ള ബൈബിൾ. പ്രൊട്ടസ്റ്റന്റുകാർ അതിനെ വേറൊരു ഗ്രൂപ്പായിട്ട് തിരിച്ചിരിക്കുന്നത് മാത്രമാണ്. നേരത്തെ വരെ 66 പുസ്തകങ്ങൾ മാത്രമേ ബൈബിളിൽ ചേർക്കുള്ളായിരുന്നു. ഇപ്പോൾ 73 പുസ്തകങ്ങൾ അവർ ചേർക്കാൻ തുടങ്ങി. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഡോക്ടർ പണിക്കരുടെ ഈ സെമിനാർ കുറച്ചൊക്കെ നമുക്ക് ഈ സെൻറ്റ് ജോണിൻ്റെ പുസ്തകം ഒന്നുകൂടി കേട്ടതിൻ്റെ വെളിച്ചത്തിൽ വായിക്കാനുള്ള ഒരു താല്പര്യം ജനിപ്പിച്ചിട്ടുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. അദ്ദേഹം താമസിക്കുന്നത് ടെക്സാസിൻ്റെ ഏറ്റവും തെക്കുവശത്തുള്ള ഒരു പട്ടണത്തിലാണ്. അവിടുന്ന് ഇവിടെ വരണമെങ്കിൽ ഒരു 30 മണിക്കൂറെങ്കിലും അദ്ദേഹം ട്രെയിനിൽ ചെലവഴിച്ചിട്ടുണ്ടാവും. ഇത്രയും ത്യാഗമെടുത്ത് ഇവിടെ വരികയും നടുവിനും കാലിനുമൊക്കെ അസുഖം ഉണ്ടെങ്കിൽ പോലും ഇത്രയും നിന്ന് നമുക്ക് വേണ്ടി ഈ സെമിനാർ അവതരിപ്പിക്കുകയും ചെയ്ത പണിക്കൊക്കെ ഉണ്ട്. എല്ലാവരുടെയും നാമത്തിൽ പ്രത്യേകമായിട്ടുള്ള നന്ദികളെ ഒഫീഷ്യലായിട്ട് ഓരോ സയൻസ് പറയുന്നുണ്ട്. long and very fruitful